അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 51. അമ്മേ, ദേ അവര് വന്നൂട്ടോ. എല്ലാം തയ്യാറായില്ലേ? ടേബിളിൽ കൊണ്ടുവന്ന് വെക്കൂ. അഗ്നിയും ജ്വാലയും ഹാളിലേക്ക് വരുന്നത് കണ്ടുകൊണ്ട് പൊന്നു അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ജ്വാല അഗ്നിയെ നോക്കി. അവൻ അവളെ നോക്കി ചിരിച്ചു. ഞാനും പൊക്കോട്ടെ അഗ്നി, എല്ലാം എടുത്തു വെക്കാൻ? അവള് ചോദിച്ചു. വേണ്ട. ഉം അവൻ പറഞ്ഞതും അവൾ സമ്മതഭാവത്തിൽ മൂളി. നിങ്ങൾ എപ്പോ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങോട്ട് വന്നു? ഞാൻ കണ്ടതേ ഇല്ലല്ലോ. പൊന്നു സംശയത്തോടെ ചോദിച്ചു. കുറച്ചു നേരായി പൊന്നു. അഗ്നിയാണ് അവൾക്കുള്ള മറുപടി കൊടുത്തത്. പൊന്നു ചിരിയോടെ തലയാട്ടി. തൊട്ടപ്പുറത്തെ സോഫയിൽ അവരെ തന്നെ നോക്കി ദേഷ്യത്തോടെ ഇരിക്കുന്നവരെ അഗ്നിയും ജ്വാലയും കാണുന്നുണ്ടായിരുന്നു. അവരുടെ നോട്ടം കണ്ട് ജ്വാല അഗ്നിയുടെ കൈകളിൽ കൈമുറുക്കി. അഗ്നി അവരെ നോക്കിയിരിക്കുന്ന കേശവനെ രാജനെ നോക്കിയൊന്ന് ചിരിച്ചു. രണ്ടാളും അപ്പോൾ തന്നെ അവനെ ഗൗരവത്തോടെ നോക്കി. പൊന്നു, വല്യച്ഛനും അമ്മാവനും ചരണനും നിനക്ക് വാങ്ങിച്ച ഡ്രസ്സ് ഞങ്ങളുടെ റൂമിലുണ്ട്. മോള് പോയി അതൊന്ന് എടുത്തിട്ട് വന്നേ. അഗ്നി പൊന്നുവിനോട് പറഞ്ഞു. ശരി അഗ്നിയേട്ടാ. പൊന്നു ചാടിത്തുള്ളി ജ്വാലയുടെ റൂമിലേക്ക് ഓടി. രാജനും കേശവനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പൊന്നു വന്ന് കവറുകളെല്ലാം അഗ്നിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അഗ്നി അതിൽ നിന്നും 2 കവറെടുത്ത് ജ്വാലയുടെ കയ്യിൽ കൊടുത്തു. ജ്വാല അത് വാങ്ങി രാജനും കേശവനും നേരെ നീട്ടി. അമ്മാവനും വല്യച്ഛനും ഇത് വാങ്ങിക്കണം, ഞങ്ങൾ വാങ്ങിച്ചതാ. ജ്വാല പുഞ്ചിരിയോടെ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട. എടുത്തടിച്ചതുപോലെ രാജൻ പറഞ്ഞു. ജ്വാലയുടെ മുഖം മങ്ങിപ്പോയി. കുഞ്ഞ, അത് അവർക്ക് കൊടുക്ക്, അവരത് വാങ്ങും. അഗ്നി കടുത്ത സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. അറിയാതെ അവരുടെ കൈകൾ ജ്വാലയിൽ നിന്നും ആ കവറ് വാങ്ങിച്ചു. അവളുടെ മുഖം വിടർന്നുപോയി. പക്ഷെ അഗ്നിയുടെ ചുണ്ടിൽ പുച്ഛമായിരുന്നു. ഇന്നാ പൊന്നുവെ, ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. അഗ്നി ഒരു കവർ പൊന്നുവിന് നേരെ നീട്ടി. പൊന്നു വിടർന്ന കണ്ണുകളോടെ അത് വാങ്ങി തുറന്നു നോക്കി. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ടോപ്പും സ്കേർട്ടും ആയിരുന്നു അത്. അവളത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചു നോക്കി. ഇഷ്ടായില്ലേ? അഗ്നി ചോദിച്ചു. നന്നായിട്ടുണ്ട് അഗ്നിയേട്ടാ, എനിക്ക് നല്ല ഇഷ്ടായി, അവൾ ആത്മാർത്ഥമായി പറഞ്ഞു. ജ്വാലയും അഗ്നിയും അവളെ നോക്കി പുഞ്ചിരിച്ചു. നീ എന്താ ഈ വേഷത്തില്? കിച്ചുന് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടമല്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ജ്വാലയുടെ ഡ്രസ്സിലേക്ക് നോക്കി കേശവൻ കടുത്ത സ്വരത്തിൽ ചോദിച്ചു. ജ്വാല അഗ്നിയെ വല്ലായ്മയോടെ നോക്കി. അതിന് ചരണിന്റെ ഇഷ്ടം എന്തിന് ഇവള് നോക്കണം? ഞാൻ ഇവളുടെ ഭർത്താവ്, അല്ലാതെ അവനല്ല. അഗ്നി പുച്ഛിച്ചു. കേശവന്റെ വാടഞ്ഞു പോയി. ആ സമയത്താണ് കിച്ചു അകത്തേക്ക് കയറി വന്നത്. അവന്റെ കോലം കണ്ട് കേശവനും രാജനും ആകുലതയോടെ അവനെ നോക്കി അവന്റെ അടുത്തേക്ക് വന്നു. അയ്യോ, നിനക്ക് എന്തു പറ്റിയടാ മോനെ? നിന്റെ നെറ്റി എങ്ങനെ മുറിഞ്ഞ്? ചുണ്ടും പൊട്ടിയിട്ടുണ്ടല്ലോ. കേശവൻ ആകുലതയോടെ ചോദിച്ചു. ജ്വാലയ്ക്ക് പേടി തോന്നി. അവനിപ്പോൾ എല്ലാം എല്ലാവരോടും തുറന്നു പറയുമെന്ന് തോന്നി അവൾക്ക്. കേശവന്റെ ശബ്ദം കേട്ട് ടേബിളിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കായിരുന്ന അംബിക പെട്ടെന്ന് ഹാളിലേക്ക് വന്നു. അയ്യോ, എന്തു പറ്റി മോനെ നിനക്ക്? കിച്ചുവിന്റെ കോലം കണ്ട് അംബിക ചോദിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷെ കിച്ചുവിന്റെ നോട്ടം അഗ്നിയിലായിരുന്നു. തന്നെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ട് ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പോൾ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നാണക്കേട് തനിക്ക് തന്നെയാണെന്ന് കിച്ചുവിന് അറിയാമായിരുന്നു. അവൻ അംബികയെ നോക്കി. മോനെ, എന്തു പറ്റിയിടാ നിനക്ക്? അംബിക സങ്കടത്തോടെ വീണ്ടും ചോദിച്ചു. എല്ലാവരും ചോദിക്കുന്ന കേട്ടില്ലേ ചരൺ, പറഞ്ഞു കൊടുക്ക് എന്തു പറ്റിയെന്ന്. അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു. അത് അത് പടവിൽ വഴുക്കി വീണതാ. കിച്ചു ആരെയും നോക്കാതെ പറഞ്ഞു. ജ്വാല അവനെ അന്തം വിട്ട് നോക്കി. പക്ഷെ അഗ്നിയുടെ മുഖത്തെ പുച്ഛത്തിൽ നിന്നും അവനെ നോക്കുന്ന കിച്ചുവിന്റെ കണ്ണിലെ ഭാവത്തിൽ നിന്നും പൊന്നുവിന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിരുന്നു. അവൾക്ക് ചിരി വന്നു. അനുഭവിക്കട്ടെ. അവൾ പുച്ഛത്തോടെ പിറുപിറുത്തു. അംബിക കിച്ചുവിന്റെ മുഖത്താകെ തൊട്ടുനോക്കി. എനിക്കൊന്നുമില്ല, ഒന്ന് വിടുന്നുണ്ടോ? കിച്ചു ദേഷ്യത്തോടെ അംബികയുടെ കൈ കുടഞ്ഞെറിഞ്ഞു. അംബിക അവനെ ദേഷ്യത്തോടെ നോക്കി അടുക്കളയിലേക്ക് പോയി. വാ കുഞ്ഞ, എനിക്ക് വിശക്കുന്നു, നമുക്ക് കഴിക്കാം. അഗ്നി ജ്വാലയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മൂളി. ഇതാ ചരൺ, ഇത് വെച്ചോ, നിനക്ക് വേണ്ടി വാങ്ങിയതാ. അഗ്നി കയ്യിലുണ്ടായിരുന്ന കവർ കിച്ചുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എനിക്കെന്തിനാ ഇത്? അവൻ പല്ല് കടിച്ചു. വേണമെങ്കിലും വേണ്ടെങ്കിലും അത് കയ്യിലിരിക്കട്ടെ ചരൺ. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി ജ്വാലയുടെ കൈയും പിടിച്ച് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. പുറകെ തന്നെ കിച്ചുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പൊന്നു. എടാ മോനെ, നീ ആ ജ്വാലയുടെ വേഷം കണ്ടോ? അഹങ്കാരി, നിന്നവൾക്കിപ്പോ ഒട്ടും പേടിയില്ലാതായിട്ടുണ്ട്. കേശവൻ ദേഷ്യത്തോടെ മകനോട് പറഞ്ഞു. മുന്നോട്ട് നടന്ന അഗ്നിയുടെ കാലുകൾ നിശ്ചലമായി. കിച്ചുവിന്റെ മറുപടി കേൾക്കാൻ അവൻ അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും പൊന്നു ജ്വാലയെ വിളിച്ച് കൈ കഴുകാൻ നടന്നിരുന്നു. കിച്ചുവിന്റെ നോട്ടം അഗ്നിയിലെത്തി. അതൊക്കെ അവളുടെ ഇഷ്ടല്ല അച്ഛാ, അതിലൊന്നും തലയിടണ്ട. അവൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. അഗ്നി അവനെ തിരിഞ്ഞൊന്നു നോക്കി, ചുണ്ടിൽ വിരിഞ്ഞ പരിഹാസ ചിരിയോടെ. അവനെ തുറച്ചു നോക്കി പതിയെ നടന്ന് കിച്ചു അവന്റെ റൂമിലേക്ക് പോയി. അഗ്നി ചിരിയോടെ അവന്റെ മീശയൊന്ന് പിരിച്ചു വെച്ചു. അഗ്നി കൈ കഴുകി വന്നപ്പോഴേക്കും പൊന്നു ചെയറിൽ ഇടം പിടിച്ചിരുന്നു. ജ്വാല ഇരിക്കാതെ ടേബിളിനോരം ചേർന്ന് നിൽക്കുകയാണ്.
നീ എന്താ ഇരിക്കാത്ത കുഞ്ഞാ? വാ, വന്നിരിക്കേ. അഗ്നി ഒരു ചെയറിൽ വന്നിരുന്ന് ജ്വാലയെ സംശയത്തോടെ നോക്കി ചോദിച്ചു. ഓ, ഞാൻ എത്ര നേരം കൊണ്ട് പറയുന്നത് അഗ്നിയേട്ട ഇവളോട്, അവൾ അനങ്ങുന്നില്ല. പൊന്നു കലിയോടെ ജ്വാലയെ നോക്കി പറഞ്ഞു. അതെന്താ അങ്ങനെ? ഇങ്ങോട്ട് വാ പെണ്ണെ. അഗ്നിയും വിളിച്ചു. ജ്വാല തലയാട്ടി അവന്റെ അടുത്തായി വന്നിരുന്നു. എങ്കിലും അവൾക്ക് പേടിയുണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നവൾ എന്നെ കൂടെ ഇരുത്തിയിട്ടില്ല. എന്തെങ്കിലും ജോലി തരൂ ആ സമയം എനിക്ക്. പലതവണ പൊന്നു ആ കാര്യം പറഞ്ഞ് എല്ലാവരോടും വഴക്കിടുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ഞാനും പൊന്നു അവസാന കഴിക്കാറ്. അവൾക്ക് എന്റെ കൂടെ ഇരുന്നാ മതി പോലും. ജ്വാല എന്ന് നിശ്വസിച്ചു. ഭക്ഷണം വിളമ്പുമ്പോൾ അരുന്ധതിയുടെ അംബികയുടെയും മുഖം ഇരുണ്ട് തന്നെ ഇരുന്നു. ജ്വാല അവർക്കെന്നും അവിടുത്തെ കാര്യസ്ഥന്റെ മകൾ സീതയുടെ മകള് മാത്രമായിരുന്നു. ആ വെറുപ്പ് അവരുടെ നോട്ടത്തിലും ഉണ്ടായിരുന്നു. മാത്രല്ല, ജ്വാല ടേബിളിൽ ആദ്യമേ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അവരിൽ ദേഷ്യമുണ്ടാക്കി. പക്ഷെ പ്രതികരിക്കാനാവില്ല. അവൾക്കരികിലുള്ളത് അഗ്നിയാണ്. അരുന്ധതി പല്ല് കടിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു. ഒരുപാട് വിഭവങ്ങൾ ടേബിളിന് മുകളിൽ നിരന്നിട്ടുണ്ട്. അഗ്നിയാണ് ജ്വാലയ്ക്ക് വിളമ്പി കൊടുക്കുന്നത്. മതി അഗ്നി. അവൻ പ്ലേറ്റിലേക്ക് വീണ്ടും വീണ്ടും ചോറ് വിളമ്പുന്നത് കണ്ടു പറഞ്ഞു. കഴിക്കടാ, കുറച്ചേ ഉള്ളൂ. അഗ്നിയിൽ സ്നേഹമാണ്. ജ്വാല മൂളി. അപ്പോഴേക്കും കിച്ചു, രാജനും കേശവനും കൂടി അവിടേക്ക് വന്നു. ജ്വാല അവിടെ കയറി ഇരിക്കുന്നത് കണ്ട് മൂന്നാൾക്കും കലി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അവർ മൗനം പാലിച്ചു. എല്ലാരും ഇരിക്കെ, ഒരുമിച്ച് കഴിക്കാലോ. അഗ്നി പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. കിച്ചു, രാജനും കേശവനും താല്പര്യമില്ലെങ്കിൽ കൂടി ചെയറിലിരുന്നു. പൊന്നു പക്ഷെ എല്ലാവരുടെയും മുഖത്ത് ഭാവങ്ങൾ തിരയുന്ന തിരക്കിലായിരുന്നു. ജ്വാല ഇവിടെ ഇരിക്കുന്ന കണ്ട് സകലത്തിന്റെ മുഖത്ത് കടന്നൽ ഊത്തിയിട്ടുണ്ട്. പൊന്നു അവരെ നോക്കി പുച്ഛിച്ചു. സുരഭി, സൗബി എവിടെ എട്ടെത്തി? അംബിക ചോദിച്ചു. സൗബി സുരഭിയെ വിളിക്കാൻ പോയിരിക്കുക. ഇപ്പൊ വരൂ അംബികെ, അരുന്ധതി പറഞ്ഞു. അവര് വരട്ടെ, നിങ്ങൾ ഇരിക്കൂ, അഗ്നി അവരോടായി പറഞ്ഞു. അരുന്ധതി അംബികയും അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചെയറ് വലിച്ചിട്ടിരുന്നു. കുഞ്ഞാ, എന്താ നോക്കിയിരിക്കുന്നെ? കഴിക്ക്. എല്ലാവരെയും വല്ലായ്മയോടെ നോക്കിയിരിക്കുന്ന ജ്വാലയെ നോക്കി അഗ്നി പറഞ്ഞു. അവള് തലയാട്ടിക്കൊണ്ട് ചോറിൽ കൈവച്ചു. അല്ല, ഇവളെന്തെന്ന് എല്ലാവരുടെയും കൂടെ കഴിക്കാനിരിക്കുന്നെ? എല്ലാരും കഴിച്ച് അവസാനല്ലേ നീ ഇരിക്കാറ്? പിന്നെ ഇന്നെന്താ പ്രത്യേകത? എണീറ്റ് പോടി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയായിരുന്ന സൗബി ജ്വാല എല്ലാവർക്കൊപ്പം ഇരിക്കുന്നത് കണ്ട് ഇഷ്ടമാകാതെ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കിച്ചുവിന്റെ അടുത്തായി വന്നിരുന്നു. അവൾക്കടുത്തായി സുരഭി ഇരുന്നു. എല്ലാവരും അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു. കയ്യിലെടുത്ത ചോറ് പോലും വിറച്ചുപോയി. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അഗ്നിയെ നോക്കി. പക്ഷെ അവൻ അവളെ നോക്കാതെ പ്ലേറ്റിലേക്ക് നോക്കി ഇരിക്കുകയാണ്. ജ്വാലയ്ക്ക് സങ്കടം കൊണ്ട് തൊണ്ട വിങ്ങി. പൊന്നൂന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ നിന്റെ കാര്യം നോക്ക് സൗബി, അല്ലാതെ ഇവളുടെ കാര്യത്തിൽ നീ തലയിടണ്ട. ഇനി വല്ലതും പറയാൻ തോന്നിയാ അതിനു മുന്നേ ഈ വീട് ജ്വാലയുടേതാന്ന് ഓർത്താ നന്ന്. പൊന്നു ദേഷ്യത്തോടെ സൗബിയോട് പറഞ്ഞു. സൗബി അവളെ നോക്കി പല്ല് കടിച്ചു. കിച്ചൂനും പൊന്നൂന്റെ സംസാരം കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ സമയം അത്രയും പക്ഷേ സുരഭിയുടെ നോട്ടം അഗ്നിയിലായിരുന്നു. അവൻ പ്ലേറ്റിൽ വിരലിട്ട് കറക്കുകയാണ്. ജ്വാലയെ ശ്രദ്ധിക്കുന്നതേയില്ല. സുരഭിയുടെ മുഖം വിടർന്നുപോയി. അപ്പോ അവളോട് അത്ര സ്നേഹമൊന്നുമില്ല. സുരഭി പുച്ഛത്തോടെ ചിന്തിച്ചു. ജ്വാല അഗ്നിയെ അല്പനേരം നോക്കിയിരുന്നു. ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് നോക്കണ കൂടി ഇല്ലല്ലോ എന്നെ. ജ്വാലയിൽ നിന്നും തേങ്ങലുയർന്നു. അവള് പെട്ടെന്ന് ചെയറിൽ നിന്നും എഴുന്നേറ്റു. എന്നാൽ അതേ നിമിഷം അവളുടെ കൈകളിൽ അവന്റെ പിടി വീണിരുന്നു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. തല താഴ്ത്തി ഇരിക്കുകയായിരുന്ന അഗ്നി മുഖമുയർത്തി അവളെ നോക്കി. ജ്വാല ഞെട്ടിപ്പോയി. കണ്ണുകൾ പോലും ചുവന്നു കലങ്ങി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി അഗ്നി. അവന്റെ ആ ഭാവത്തിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. കിച്ചുവിന് അല്പം മുമ്പ് കുളത്തിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. അറിയാതെ അവന്റെ ഇടതുകൈ അവന്റെ തലയ്ക്ക് പുറകിൽ അമർന്നു. തല ചുമരിലടിച്ചതിന്റെ വേദന ഇപ്പോഴും ഉണ്ട്. ഇനിയൊരു വഴക്കിനുള്ള ആവത് തനിക്കില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവരെ നോക്കിയിരുന്നു. അഗ്നി. അവന്റെ ചുവന്ന മുഖം കണ്ട് ജ്വാല അവനെ പേടിയോടെ വിളിച്ചു. ഇരിക്കവിടെ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ പിന്നെ ഇരിക്കടി അവിടെ. അവള് പറഞ്ഞു മുഴുവനാക്കും മുന്നേ അഗ്നി അവളോട് അലറി. ജ്വാല പേടിയോടെ ചെയറിലേക്കിരുന്നു. അഗ്നി ഇടത് കൈകൊണ്ട് അവളുടെ ഇടത് കൈ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സൗബിയെ നോക്കി. അവന്റെ നോട്ടം കണ്ട് അവളൊന്ന് പതറി. അഗ്നി, മോനെ കഴിക്ക്. സൗബിയെ തന്നെ തുറിച്ചു നോക്കുന്ന അഗ്നിയെ കണ്ട് അരുന്ധതി വെപ്രാളത്തോടെ പറഞ്ഞു. പക്ഷെ അഗ്നി അതൊന്നും ശ്രദ്ധിക്കാതെ സൗബിയിൽ തന്നെ ദൃഷ്ടി ഊന്നിയിരുന്നു. സൗബിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോയാൽ മതി എന്നായി. കുറച്ചു മുന്നേ സുരഭി അവൻ ചെയ്തതെല്ലാം അവൾക്ക് ഓർമ്മ വന്നു. ഒരു നിമിഷം അതെല്ലാം മറന്ന് ജ്വാലയോട് താൻ പറഞ്ഞുപോയ കാര്യങ്ങളോർത്ത് അവൾ കിടുകിടെ വിറച്ചു. അവൾ അവനെ നോക്കാതെ തലതാഴ്ത്തി ഇരുന്ന് ചോറ് വായിക്കടുത്തേക്ക് കൊണ്ടുപോയി. സൗപർണിക ഇപ്പൊ കഴിക്കണ്ട, എഴുന്നേറ്റ് പോ. അവൾ ചോറ് വായിലേക്ക് വെക്കും മുന്നേ അഗ്നിയുടെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം അവിടെ ഉയർന്നു. ജ്വാല അവനെ പകപ്പോടെ നോക്കി. പക്ഷെ അവന്റെ നോട്ടം മുഴുവൻ സൗബിയിലാണ്. സൗപർണിക അവനെ ഞെട്ടലോടെ നോക്കുന്നുണ്ട്. എന്താ?
അവൾ ചോദിച്ചു. പറഞ്ഞത് കേട്ടില്ലേ, നീയിപ്പൊ കഴിക്കണ്ട, എണീറ്റ് പോയി കൈ കഴുകി വന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് ആവശ്യമുള്ളതെല്ലാം വിളമ്പിക്കൊടുക്ക്. അഗ്നി ഭാവഭേദമില്ലാതെ പറഞ്ഞു. അരുന്ധതി, അംബികയും കിച്ചുവും കേശവനും അഗ്നിയെ ദേഷ്യത്തോടെ നോക്കി. സുരഭി പക്ഷെ അപ്പോഴും അഗ്നിയെ ഒരു ആസക്തിയോടെ നോക്കുകയാണ്. പൊന്നു പക്ഷെ ഒരു അത്ഭുതത്തോടെയാണ് അവനെ നോക്കുന്നത്. ജ്വാലയെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന അഗ്നിയെ കണ്ട് അവൾക്കും ദേഷ്യം വന്നിരുന്നു. പക്ഷെ ഇപ്പോ പൊന്നുവിന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. ജ്വാലയെ അപമാനിച്ചതിനേക്കാൾ വലിയ അപമാനം അതാണിപ്പോ സൗഭിക്ക് കിട്ടിയിരിക്കുന്നത്. പൊന്നു ചിരിയോടെ നന്ദിയോടെ അവനെ നോക്കി. എന്താടി മിഴിച്ചു നോക്കിയിരിക്കുന്നെ? നീയിപ്പൊ കഴിക്കണ്ട, എഴുന്നേറ്റ് പോ. അതല്ല, ഇരുന്നേ പറ്റൂന്നാണെങ്കിൽ നിനക്കുള്ള ഭക്ഷണം ഇന്ന് തറയിലായിരിക്കും. തന്നിരിക്കും അഗ്നി, നീ അത് കഴിക്കുകയും ചെയ്യും. അഗ്നി അവളെ നോക്കി കനപ്പിച്ചു പറഞ്ഞു. സൗഭിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപമാനം, വായിലേക്ക് കൊണ്ടുപോയ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ. സൗപർണികയ്ക്ക് താൻ ജ്വാലയ്ക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടത് സഹിക്കാനായില്ല. അവൾ കയ്യിലെടുത്ത ചോറ് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് പതിയെ ചേറിൽ നിന്നും എഴുന്നേറ്റു. കിച്ചു അഗ്നിയുടെ മുഖത്ത് വിരിഞ്ഞ വിജയച്ചിരി കണ്ട് ഒന്ന് നിശ്വസിച്ചു. ജയിക്കണം അവൻ എല്ലാവർക്കും മുന്നിൽ, പക്ഷെ പാടില്ല, അവനെ ഇങ്ങനെ ജയിക്കാൻ അനുവദിച്ചൂടാ. കിച്ചു കൈമുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിച്ചു. അയ്യോ സൗബി, ഇരുന്നോട്ടെ അഗ്നി, ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേപ്പിച്ചു വിടല്ലേ പാപ. സ്വന്തം അപമാനം പോലും മറന്ന് ജ്വാല നിമിഷം സൗബിക്ക് വേണ്ടി സംസാരിച്ചു. നിന്നോട് അവൾ എന്ത് ചെയ്തോ അതേ ഞാനും അവളോട് ചെയ്തിട്ടുള്ളൂ. ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഒരാളെ എഴുന്നേപ്പിച്ചു വിടാൻ പാടില്ല, സത്യ. പക്ഷെ ആ സത്യത്തെ മറന്ന് കളയുന്നവർക്ക് മുന്നിൽ ഒരു തവണ ഞാനും അത് മറക്കുക. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് കഴിച്ചാൽ മതി അവള്. അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു. ജ്വാല മറുപടി പറയാതെ കുഴഞ്ഞുപോയി. അപമാനം എല്ലാവർക്കും ഒരുപോലെ അഗ്നിയേട്ട, അത് ജ്വാലയ്ക്കായാലും സൗഭിക്കായാലും ഒരുപോലെ തന്നെയാ. അതുകൊണ്ട് അഗ്നിയേട്ട ചെയ്തതില് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. പൊന്നു അഗ്നിയുടെ സപ്പോർട്ടിനെത്തി. അഗ്നിയുടെ ചുണ്ടിൽ ചിരിമിന്നി. കിച്ചു ദേഷ്യത്തോടെ അവളെ നോക്കി. അത് കണ്ട് അവൾ അവനെ നോക്കി പുച്ഛിച്ചു. തുടരും.